എല്ലാവർക്കും കാൽക്സോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. റെഡ് ഡേറ്റ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും പട്ടിക ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളുടെയും പട്ടിക ഉൾപ്പെടുത്തി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN. ഇനി IUCNന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇനി അടുത്തതായിട്ട് പറയുന്നത് റെഡ് ഡേറ്റ ബുക്കിന്റെ നിറമനുസരിച്ച്, ഓരോ പേജിന്റെ നിറമനുസരിച്ച് നമ്മൾ അതിനെ കാറ്റഗറി ചെയ്തിട്ടുണ്ട്. കറുത്ത കളർ അല്ല, കറുപ്പ് കളർ ആണെങ്കിൽ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ചവ. കറുപ്പ് കളർ ആണെങ്കിൽ എന്താണ്? വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ചവ. ഇനി ചുവപ്പ് കളറാണെങ്കിലോ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് ചുവപ്പ് കളറാണെങ്കിൽ. ഇനി പിങ്ക് ആണെങ്കിലോ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങൾ. അപ്പൊ കറുപ്പാണെങ്കിൽ വംശനാശം സംഭവിച്ചതായി സ്ഥിരീകരിച്ചവ, ചുവപ്പാണെങ്കിലോ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നത്, പിങ്ക് ആണെങ്കിൽ ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗങ്ങൾ. ഇനി പച്ചയാണെങ്കിലോ മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണി നിന്നും കരകയറിയതുമായ ജീവിവർഗങ്ങൾ. എന്താണ്? മുൻപ് വംശനാശ ഭീഷണി നേരിട്ടതും എന്നാൽ ഇപ്പോൾ വംശനാശ ഭീഷണിയിൽ നിന്നും കരകയറിയതുമായ ജീവിവർഗങ്ങളാണ് പച്ച നിറത്തിനകത്ത് വരുന്നത്. ഇനി വെള്ളയാണെങ്കിലോ അപൂർവമായി കാണപ്പെടുന്നവ. അപൂർവമായിട്ട് കാണപ്പെടുന്നവയാണ് ഇതിനകത്ത് വരുന്നത്, വെള്ളയ്ക്കകത്ത് വരുന്നത്. ഇനി അടുത്തത് റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ഇപ്പൊ റെഡ് ഡേറ്റ ബുക്കിൽ ഉൾപ്പെട്ട സസ്യങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? പറമ്പിക്കുളം. ചില രാജ്യങ്ങൾ സ്വന്തം നിലയിൽ തന്നെ റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നുണ്ട്. ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിന് റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്. എന്താണ് പറഞ്ഞത്? ജൈവ വൈവിധ്യ ശോഷണം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് റെഡ് ഡേറ്റ ബുക്കിലെ വിവരങ്ങൾ സഹായകമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെഡ് ഡേറ്റ ബുക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്കിനെ പറ്റി പറയുമ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പറയേണ്ടത് IUCNന്റെ കാര്യങ്ങളാണ്. അപ്പോൾ അതടുത്തൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.